Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, കുറച്ച് ദിവസം നമ്മൾ നോൺ വെജ് വെജ് അങ്ങനെയെല്ലാം ചെയ്തു. പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ട് ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഡ്രൈ ഫ്രൂട്ട് ചിക്കൻ കറി എന്ന് പറയുമ്പോൾ വലിയ ബഹളമൊന്നും കേൾക്കല്ലേ. എന്നാന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട് എന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ എന്നാ ഉള്ളതെന്ന് വെച്ചാൽ ആ ഡ്രൈ ഫ്രൂട്ട് എടുത്താൽ മതി. അത് എന്നതായിരിക്കും, കൂടിപ്പോയാൽ നമ്മുടെ വീട്ടിൽ ഇച്ചിരി കപ്പലണ്ടി കാണുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പ് കാണുമായിരിക്കും, ഇല്ലെങ്കിൽ ഇച്ചിരി എന്നാ പറയുക മുന്തിരിങ്ങ കാണുമായിരിക്കും, ഇതെല്ലാം കാണും അല്ലേ. അതല്ല, നമുക്ക് ഡ്രൈ ഫ്രൂട്ടായിട്ട് തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ അതിനകത്തോട്ട് ഡേറ്റ്സ് ഇടാം, പിസ്ത ഇടാം, ബദാം ഇടാം, ഇതൊക്കെ ഇടാം. ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടോ അത് എല്ലാം ഇതിനകത്ത് ഈ ചിക്കൻ കറിക്ക് ഇടാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എന്നാ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇച്ചിരി ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കുവേ. ഈ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് മാറ്റി ഇച്ചിരി അരച്ച് ചേർക്കുവാന്നേൽ നമ്മുടെ ചിക്കൻ കറിക്കകത്തോട്ട് ഇച്ചിരി കൂടി ഒരു രുചി കയറും. ഇത് വലിയ ബഹളം ഒന്നുമില്ല, പക്ഷെ എന്നാലും ഒരു നല്ല രുചിയുള്ളൊരു കറിയാണ്. എന്നും പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒന്നും രുചി ഇല്ല എന്നല്ല, എല്ലാം നല്ല രുചിയുള്ള സാധനം തന്നെ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ പറഞ്ഞു തരത്തുള്ളൂ. കാര്യം എന്നാന്നോ, ഇപ്പം എല്ലാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഏറ്റവും സ്വാദിഷ്ടമായിട്ട് ഏറ്റവും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുവാന്നേൽ ഏറ്റവും നല്ലതല്ലേ. കാര്യം എന്ന് വെച്ചാൽ ഇന്നും നമ്മൾ ഇപ്പം ഞാനാന്നേലും എന്നും നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കാനായിട്ട് നോക്കുമോ ഇല്ല, എപ്പോഴും എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഓക്കെ, ഒരു മാസത്തിലൊന്നോ അല്ലെങ്കിൽ ആഴ്ചയിലൊന്നോ ഒക്കെ നമ്മൾ പോകും. അല്ലെന്നുണ്ടെങ്കിൽ എന്നേലും ഒരു അത്യാവശ്യം വന്നേച്ച് അടുക്കളയിൽ കയറാൻ ഒത്തില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഹോട്ടലിൽ പോകും. പോയാൽ തന്നെയോ നമുക്ക് ഒരു കറിയൊക്കെ നമ്മൾ മേടിച്ച് എല്ലാവരും ഷെയർ ചെയ്താണ് കഴിക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മിക്ക കറികളും ഒക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ പറയുന്നത് എന്നാന്നോ, വയറ് നിറച്ച് നമുക്ക് കഴിക്കാനൊക്കെയല്ലേ. മറ്റേ ആകുമ്പോൾ ഒരു കഷ്ണം ഇച്ചിരി ചാറ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ കഴിക്കാനൊക്കത്തുള്ളൂ. ഇത് ഇച്ചിരി അമ്മമാരൊന്നും മെനക്കെടുവാന്നേൽ നമുക്ക് വീട്ടിനകത്ത് തന്നെ ഉണ്ടാക്കി വെച്ച പിള്ളേർക്കാന്നേൽ എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാനുള്ളത് കിട്ടും. ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട, ഒരു കറി ദിവസം ഉണ്ടാക്കുവാന്നേൽ പിള്ളേർക്കും എന്നാ സ്ഥിരം ചോദ്യത്തിൽ നിന്നൊരു വ്യത്യാസം, ഇതേ ഉള്ളൂ എന്നൊരു ചോദ്യം എല്ലാ മക്കളുടെ വായിലും ഉണ്ട്, എപ്പോഴും ഉള്ളതാണ്. അതിനകത്തൊരു മാറ്റം വരികയില്ല. ഇനി വരുന്ന ജനറേഷൻ ആയാലും ശരി, അവരിത് തന്നെ ചോദിക്കും. കാര്യം എന്നാ, നമ്മളെ തന്നെ കുറ്റം പറഞ്ഞേച്ചാൽ മതി. നമ്മളാണല്ലോ ഇത് പഠിപ്പിക്കുന്നത്. അയ്യോ കൊച്ചു അത് തിന്നിയേല, ഇത് തിന്നിയേല, അവനത് ഇഷ്ടമല്ല, അല്ല അവളത് തൊടുകയില്ല എന്നൊക്കെ പറഞ്ഞേച്ച് അവരെ അങ്ങ് പാമ്പർ ചെയ്തേച്ച് വലുതാവുമ്പോഴത്തേക്ക് കൊച്ചുകളെ നോക്കിയേച്ച് മര്യാദ കഴിച്ചേച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ വരട്ടും. രണ്ടും ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, കുറ്റക്കാരൻ നമ്മൾ അന്വേഷിച്ച് നമ്മളെ തന്നെ സമ്മതിക്കുകയില്ല. അതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ചെറിയൊരു സോൾവാ. എന്നാ ദിവസം ഓരോ കറി അങ്ങ് ചെയ്തേക്കാമെങ്കിലേ പിള്ളേർക്കും പരാതിയില്ല, പിള്ളേരും ഹാപ്പി. എന്നേലും ചോദിച്ചുകൊണ്ട് വന്നാൽ ഇന്നൊരു സ്പെഷ്യൽ കറി നമ്മൾ ചെയ്തില്ലേ എന്ന് നമുക്ക് എക്സ്ക്യൂസസും ഉണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട് ചിക്കൻ കറിയാണ്. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ചിക്കൻ വേണം. പക്ഷേ ഇവിടെ ഞാൻ ഇപ്പോൾ പച്ച ചിക്കൻ അല്ല വെച്ചേക്കുന്നത്, അതിനകത്ത് ഇച്ചിരി സാധനങ്ങളൊക്കെ ഇട്ടേച്ച് പെരട്ടി വെച്ചേക്കുക. ഈ പെരട്ടി വെക്കുമ്പോഴത്തേക്ക് മിനിമം 1 മണിക്കൂറെല്ലാം ഇരിക്കണേ. അതല്ല, അത് ഇരുത്താൻ നമുക്ക് നേരെ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാമോ, ഇതെല്ലാം പെരട്ടി വെച്ച് ഒന്ന് വേവിച്ച് വെച്ചേച്ചാൽ മതി. അന്നേരം ഇറച്ചിക്കകത്തോട്ട് ഇതെല്ലാം പിടിക്കും. അപ്പോൾ ഇപ്പം ഞാൻ എന്നാ ചെയ്തത് വെച്ചാൽ നമുക്കിവിടെ ഇച്ചിരി നേരമല്ലേ ഉള്ളൂ, അപ്പോൾ ഇച്ചിരി നേരത്തെ അതങ്ങ് പെരട്ടി വെച്ചേക്കും. അപ്പോൾ ഇച്ചിരി ആ ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. അതെന്നാക്കിയാണ് ചേർത്ത് വെച്ചേക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബാക്കി കാര്യങ്ങൾ എഴുതിയെടുത്തോ. ഇതിന് കുറച്ച് ബട്ടറാണ് വേണ്ടേ, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത് വറ്റൽ മുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് സവാള, പിന്നെ ഇതെന്നാന്നോ ടൊമാറ്റോ അരച്ചേക്കുന്ന. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചിക്കൻ ഇത് ബോൺലെസ് ആവണം എന്ന് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഏത് കോഴിയാണ് മേടിക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ നാടൻ കോഴി ആയാൽ പോലും ഒരു കുഴപ്പമില്ല, ഏത് കിട്ടുന്നോ അത് വെച്ച് നമുക്കിത് ഉണ്ടാക്കാം. ഇത് ഞാൻ ചിക്കൻ കുറച്ച് സാധനം വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെന്നാക്കെയാന്ന് വെച്ചാൽ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ഗരം മസാല, നല്ല കട്ടി തൈര്, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, നമ്മളിതിനകത്ത് തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ വിനീഗർ ഒഴിക്കുമ്പോഴും നാരങ്ങാനീര് ഒഴിക്കുമ്പോഴും ആ കെച്ചപ്പിനകത്ത് ഒഴിക്കുമ്പോഴത്തേനും അതൊന്ന് ശ്രദ്ധിച്ചോണം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും പുളി കയറും. അതല്ല അതിനൊരു എന്നാ പറയുക, അതിനൊരു ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈര് ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ബട്ടർ ഇട്ടേച്ച്
നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് ഇടണം. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലും ഈ പറഞ്ഞ പോലെ കാഷ്യൂ മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മളൊക്കെ എല്ലാവരും സാധാ വീട്ടമ്മമാരല്ലേ, അന്നേരം പിന്നെ നമ്മളൊന്നും എപ്പോഴും ഇതൊന്നും കരുതുകയില്ല. പക്ഷേ എന്നാലും ഇത് ഉണ്ടയിലേ വെക്കാനൊക്കത്തുള്ളൂ എന്നൊന്നും ഇല്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതുകൊണ്ട് പറയുക എന്നാ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാം. അതും ഇത് ബട്ടറിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കൂടി സ്വാദാണ്. ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഇതിനകത്തോട്ട് ചേർക്കണം. അതൊരു ഇച്ചിരി ബ്രൗൺ ആവണം, അല്ലാതെ ചുമ്മാ അങ്ങ് വഴന്നാൽ പോരാ. ഇപ്പം ഈ കറി ബട്ടർ ഇല്ലേൽ നമുക്ക് വീട്ടിൽ നെയ്യ് ഉണ്ടേൽ നെയ്യേലും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരുപാട് നെയ്യ് ഒഴിക്കണ്ട, ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചേച്ചാൽ മതിയേ. അതെ, ബട്ടർ ഇല്ലേൽ നെയ്യിലേലും ഇതുണ്ടാക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉള്ളി, നേരത്തെ ഇട്ട ബട്ടർ തികയല്ലേ, അന്നേരം കുറച്ചുകൂടെ ബട്ടർ ഇട്ടത്. അന്നേരം നിങ്ങൾ വിചാരിക്കുമോ ഇത് നല്ല ബട്ടർ ഇടുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ചിന്തിക്കല്ല. കാര്യം എന്നാന്നോ, ആ ടേസ്റ്റ് എന്നാന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പറഞ്ഞ പോലെ അതിന് ഏറ്റക്കുറച്ചിൽ ഇത് ഫാറ്റാണ്, അത് നെയ്യ് വേണ്ട അല്ലെങ്കിൽ ബട്ടർ വേണ്ട എന്നൊക്കെ പറഞ്ഞേച്ച് മാറ്റിയേച്ചാൽ മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ടേസ്റ്റ് അതിനകത്ത് വരികേയില്ല. മറ്റതാന്നേൽ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് നോക്കിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ, ഹെൽത്ത് നോക്കാതെയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസസ് പറയാമെന്നല്ലാതെ കറി ആരും തിന്നുകയില്ല. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി, ഒന്നോ രണ്ടോ വറ്റൽമുളക് ഇങ്ങനെ ഒന്ന് കീറിയിട്ടേക്കാം. ഇതിനകത്ത് കടുക് വറക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഉള്ളി ഒരു ഇച്ചിരി കൂടി ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ ചേർക്കാവേ. ഇതിനകത്തോട്ട് ടൊമാറ്റോ, ഈ ടൊമാറ്റോയുടെ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ചേർക്കാവേ. അതായത് നമ്മൾ നേരത്തെ ചേർത്തേക്കുന്ന ബട്ടർ ഒന്ന് തെളിഞ്ഞ് വരണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ടൊമാറ്റോ ചേർത്ത് ഉടനെ തന്നെ നമ്മൾ ആ ചിക്കനൊക്കെ ചേർക്കുവാന്നേൽ ഈ ടൊമാറ്റോയുടെ ഒരു പച്ചച്ചൊവ്വയില്ലേ അതിങ്ങനെ ആ കറിക്കകത്ത് മുഴുവൻ അങ്ങ് നിൽക്കും. അത് ഈ പറഞ്ഞ പോലെ ടൊമാറ്റോ എന്നല്ല, ഇനിയിപ്പോൾ ഗരം മസാല ആന്നേലും തൈരാന്നേലും എന്നതാണേലും നമ്മൾ നല്ലോണം വഴറ്റി ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരാതെ അടുത്തത് ചേർത്ത് കഴിഞ്ഞാൽ അത് ഏതാണോ വഴലാതെ പോകുന്നത് അത് ഇതിനകത്ത് ഇങ്ങനെ കറിയിൽ മുഴുവൻ നിൽക്കും. അതിന് എന്നാ മേക്കപ്പ് ചെയ്താലും അത് ഒന്നും ചെയ്യാൻ ഒക്കെയല്ല, അങ്ങനെ തന്നെ പോകത്തുള്ളൂ. ഇപ്പം നമ്മൾ ആ ചേർത്ത ടൊമാറ്റോയുടെ വെള്ളം എല്ലാം പറ്റിക്കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യേണ്ടത്, നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടണേ. ഇത് ശരിക്കും നമ്മൾ ആ മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ആ ചിക്കനേലൊന്ന് പിടിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ പെരട്ടി വെച്ചത്. ഇനിയിപ്പോൾ ഇത് ഇളക്കി എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അഥവാ ഇച്ചിരി ഒരു കുറവ് എന്നതേലും തോന്നിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇച്ചിരി ഇച്ചിരി അങ്ങ് ചേർത്തോണം. ചിക്കനേൽ ഇച്ചിരി ഉപ്പിട്ടേച്ചാ പെരട്ടി വെച്ചേക്കുന്നത്. എന്നാൽ നമ്മുടെ ഗ്രേവിയിൽ ഇച്ചിരി ഒന്ന് പിടിക്കാനായിട്ട് മാത്രം. ഇനി ഇത് എല്ലാം വെന്ത് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഇച്ചിരി ടേസ്റ്റ് കൂടാനായിട്ടുള്ള കാര്യമാണ്. ഒന്നെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വേവിച്ച് കറിയാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ചേർക്കുവാണെങ്കിൽ ഇച്ചിരി കൊഴുപ്പ് കിട്ടും കറിക്ക്. അതല്ല നേരത്തെ ഇടുവാണേൽ അങ്ങനെ, അല്ല വാങ്ങുമ്പോൾ ഇടുവാണേൽ അങ്ങനെ, എങ്ങനെയാണേലും നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് നമ്മൾ ഒരുമിച്ചല്ലേ വറുത്ത് വെക്കുന്നത്, അതിനകത്ത് അണ്ടിപ്പരിപ്പ് മാത്രമേ അരയ്ക്കാവുള്ളൂ, എല്ലാം കൂടെ അരച്ചേക്കരുത്. അത് ഒന്ന്. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യുന്നത്, കുറച്ച് ഇതിൻ്റെ ഈ നിറം കുറച്ചുകൂടെ ആയി വരുമ്പോൾ ഒരു റെഡിഷ് കളറേ ആവത്തുള്ളൂ. അതല്ല നമുക്ക് ഇച്ചിരി കൂടി ഒന്ന് കറുത്ത കളർ, അതായത് ഒരുപാട് കരിക്കാനല്ല, ആ ബ്രൗൺ കളർ കുറച്ച് പെരണ്ടൊക്കെ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ,
ആ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇറച്ചിയെല്ലാം ഒന്ന് വെന്ത് വറ്റി ഇച്ചിരി ഒന്ന് മുരിച്ചെടുക്കണം. മുരിച്ചെടുത്തേച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ആ സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുവാന്നേൽ ഈ കറിക്ക് കുറച്ചുകൂടെ ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ചിക്കൻ വേവാൻ കുറച്ച് വെള്ളം വേണം, എന്നാലേ ചിക്കനകത്തു നിന്നും കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങത്തുള്ളൂ. അല്ലാതെ നമ്മൾ തുറന്നിട്ട് വറ്റിക്കുവാന്നേൽ അത് വേവത്തുമില്ല, അന്നേച്ച് ആ വെള്ളം ഒട്ടും ആ ചിക്കനേ നൂറത്തുമില്ല. അപ്പോൾ എന്നാ ചെയ്യണം, ഇച്ചിരി നേരം അടച്ചിട്ട് ചിക്കൻ വേവിച്ച് നല്ലൊരു കറിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ചിക്കൻ കറി റെഡിയാണ്. ഇതിൻ്റെ കൂടെ പത്തിരിയാണ് കൊടുക്കാൻ പോകുന്നത്.